കാണിക്കുന്ന സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ, നമുക്കൊരു സംഭവം ഉണ്ടാക്കാം. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കുറെ നാളായിട്ട് ഒരു DIY ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് എന്നത്തെയും പോലല്ല, പിൻട്രസ്റ്റിൽ നിന്ന് ചൂസ് ചെയ്തിട്ടുള്ളതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതിനേക്കാൾ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാന്നുള്ളതാണ്. എത്ര റിസ്കി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്നൊരു ചൂസ് എ മേക്ക് ചാലഞ്ച് ആണ്. ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒരു പേപ്പർ കട്ടറാണ്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡെക്കോർ പേപ്പർ ഇല്ലാത്തതിന്റെ കേസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള പേപ്പറിനെ ഡെക്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ വള്ളവും വട്ടിയൊക്കെ വള്ളിയും വട്ടവും ചേരുമോ എന്നുള്ളത് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഹൈവ കട്ടർ ഉണ്ടാക്കാൻ പോണ കാർഡ്ബോർഡ് വെച്ചിട്ടാണല്ലോ ഒന്ന് മുറിക്കുന്നത്. ശുഭം പറഞ്ഞ നാ ഉള്ളിലോട്ടിട്ടില്ല. അങ്ങനെ ഇതും കൂടെ കൂട്ടി 2 അപരാധങ്ങളാണ് കഴിഞ്ഞു പോയത്. ഇനിയിപ്പോ ഡിസൈനിങ് ഒന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും റൈറ്റിങ്സ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ചാനലിന്റെ പേര് ബലോൺസ് ആർട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടുള്ളത്. യൂഷ്വലി ഇതൊക്കെ ഞാൻ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ടും, പക്ഷെ ആ എഴുതിയത് അത്യാവശ്യം സ്പെഷ്യലാണ്. 2ൽ 1 പീസ് സ്കെയിലാക്കാനുള്ളത് കൊണ്ട് അതിനകത്ത് മെഷർമെന്റ്സും കൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടുണ്ട് കംപ്ലീറ്റ് ആയി. പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ബ്ലേഡ് അത്യാവശ്യം ഷാർപ്നെസ്സും അതേപോലെ പുതിയതും ആയിരിക്കും. സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയെല്ലാം ശ്രദ്ധിച്ചേ പറ്റൂ. ഇത്രയും വലിയ ബ്ലേഡിന്റെ കഷ്ണങ്ങളെ കാണിച്ചിട്ട് ലാസ്റ്റ് ഒരു ചിന്ന പീസാണ് വെച്ച് കൊടുത്തത്. എല്ലാം നല്ല തകൃതമായി ചെയ്തിട്ട് ബ്ലേഡിനൊന്നും മാറിയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? അതുകൊണ്ട് 4 സൈഡിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത 4 കുഞ്ഞു പീസിനകത്ത് 2 പീസ് മുകളിൽ ഒട്ടിക്കേണ്ടതുകൊണ്ട് പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. മറ്റേ 2 പീസ് സ്കെയിലിനെ താഴെ വെക്കാനുള്ളതാണ്. അതോടൊപ്പം ബേസുമായിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ട പേപ്പറിന്റെ 2 പീസും കൂടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൈറ്റിങ്ങും ഡിസൈനിങ്ങും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി 15 മിനിറ്റ് ഇത്രയും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഉദ്ഘാടനവും പാലുകാച്ചലും കഴിഞ്ഞിട്ടുണ്ട്. പേപ്പർ സ്മൂത്ത് ആയിട്ട് മുറിയുന്നുണ്ട്. അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട.